നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീമുഖത്തോടടുക്കുമ്പോൾ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയുള്ള ഭൂരൂപമേത്? ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണ്? സുന്ദരവനം. ഉയർന്ന അളവിൽ മഴയും നല്ല രീതിയിൽ വെയിലും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമേത്? ലാറ്ററൈറ്റ് മണ്ണ്. നദികളുടെ ഒഴുക്കിന്റെ ഫലമായി രൂപം കൊള്ളുന്ന താഴ്വരകൾ ഏവ? വിരൂപ താഴ്വരകൾ. താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി വളഞ്ഞൊഴുകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ. വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്ന് വേർപെട്ട് രൂപം കൊള്ളുന്ന ഒറ്റപ്പെട്ട തടാകങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? ഓക്സ്ബോ തടാകങ്ങൾ. മഴക്കാലത്ത് പ്രളയബാധിതമാകുന്ന നദിയുടെ ഇരുകരകളിലും എക്കൽ നിക്ഷേപങ്ങളാൽ രൂപമെടുക്കുന്ന സമതലങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? പ്രളയ സമതലങ്ങൾ അഥവാ ഫ്ലഡ് പ്ലെയിൻ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? മെർക്കാറ്റർ. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് തയ്യാറാക്കിയത് ആര്? എബ്രഹാം ഓർട്ടേലിയസ്. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതലായി ലഭിക്കുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശൈലവൃഷ്ടി അഥവാ ഓറോഗ്രാഫിക് റെയിൻഫോൾ. കാറ്റിന് പ്രതിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? മഴനിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻ. മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ സാധാരണമായി ഉച്ചകഴിഞ്ഞുണ്ടാകുന്ന ഇടിമിന്നലോടുകൂടിയ മഴയേത്? സംവഹന മഴ അഥവാ കൺവെക്ഷണൽ റെയിൻഫോൾ. ഉഷ്ണമേഖലകളിൽ ഉഷ്ണകാലത്തുണ്ടാകുന്ന മഴയേത്? സംവഹന മഴ. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടി മേഘരൂപവൽക്കരണമുണ്ടായി സംഭവിക്കുന്ന മഴയേത്? തീരദേശ മഴ അഥവാ ബോർഡർ റെയിൻ. സമുദ്രത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു ദ്വീപിന്റെ ശീർഷഭാഗത്തെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്ന വൃത്താകാര പവിഴപ്പുറ്റുകൾ ഏവ? വർത്തുളാകാര പവിഴദ്വീപ് അഥവാ അറ്റോൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതലായി കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഏവ? വർത്തുള പവിഴ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കൂടുതലായും കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഏവ? പ്രാന്തീയ പുറ്റുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖല ഏത്? ഗ്രേറ്റ് ബാരിയർ റീഫ്. ഓസ്ട്രേലിയയുടെ ഭാഗമായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഏത് സംസ്ഥാനത്തിന്റെ തീരത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്? ക്വീൻസ്ലൻഡിന്റെ. പവിഴപ്പുറ്റുകൾ എന്നറിയപ്പെടുന്ന വിശാലമായ ചുണ്ണാമ്പുകല്ല് പുറ്റുകൾ നിർമ്മിക്കുന്ന സമുദ്രജീവികൾ ഏവ? കോറൽ പോളിപ്പ്. പവിഴപ്പുറ്റുകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ പരിസ്ഥിതിയുള്ള സമുദ്രഭാഗങ്ങൾ ഏവ? ഉഷ്ണമേഖലാ കടൽ പ്രദേശങ്ങളിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങൾ. ഭൂകമ്പങ്ങൾക്ക് കാരണമായ ചലനകേന്ദ്രം അറിയപ്പെടുന്നത് എങ്ങനെ? ഭൂകമ്പ നാഭി. ഭൂകമ്പം ഏറ്റവും ശക്തിയായി അനുഭവപ്പെടുന്ന ഭൂകമ്പ നാഭിക്ക് 100 കിലോമീറ്ററോളം മുകളിലായി ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദു അറിയപ്പെടുന്നത് എങ്ങനെ? അതികേന്ദ്രം.